നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം പാരീസിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒളിമ്പിക് ഫുട്ബോളിന് വേണ്ടിയുള്ള യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ അരങ്ങേറുകയാണ്. കോൺമബോൾ പ്രീ ഒളിമ്പിക് ടൂർണമെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 5 ടീമുകൾ ഉള്ള 2 ഗ്രൂപ്പുകളായിക്കൊണ്ട് ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ 2 സ്ഥാനക്കാർക്ക് മാത്രമാണ് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവർ തമ്മിൽ വീണ്ടും യോഗ്യതാ മത്സരങ്ങൾ ഏറ്റുമുട്ടും. ഏതായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ അർജന്റീനക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. പരാജയമായിരുന്നു അർജന്റീനയെ സമനിലയിൽ തളച്ചിരുന്നത്. 2 ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. അർജന്റീൻ ഇതിഹാസമായ ഹവിയർ മഷരാനയാണ് നിലവിൽ അർജന്റീനയുടെ അണ്ടർ 23 ടീമിനെ പരിശീലിപ്പിക്കുന്നത്. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതിനാൽ ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ പെറുവാണ്. ഈ മത്സരത്തിൽ വിജയിക്കേണ്ടത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. അതിനുശേഷം ചിലി, ഉറുഗ്വ എന്നിവരെയാണ് അർജന്റീന നേരിടുക. ആദ്യ 2 സ്ഥാനങ്ങളിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരുന്ന ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ അർജന്റീനക്ക് സാധിക്കില്ല. ആ ഒരു അവസരം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മത്സരങ്ങൾ എല്ലാം തന്നെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. തിയാഗോ അൽമേഡ, വാലന്റൈൻ ബാർക്കോ, ക്രിസ്ത്യൻ മെഡീന തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങൾ അർജന്റീനയുടെ അണ്ടർ 23 ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു ഗ്രൂപ്പിലാണ് ബ്രസീൽ ഇടം നേടിയിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ അർജന്റീനയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കാരണം ലയണൽ മെസ്സിയും ഏഞ്ചൽ ഡി മരിയയും ഒളിമ്പിക്സ് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഈയിടെ ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.